നമസ്കാരം. മെമ്പർക്കൊപ്പം നാടിനൊപ്പം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ ഏറ്റവും വിസ്തൃതമായ പഞ്ചായത്താണ് കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത്. ഇന്ന് നമ്മളുള്ളത് കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ് വേളമാനൂർ വാർഡ്. സമഗ്രമായ വികസനങ്ങൾ കൊണ്ടുവന്ന് ഒരു വാർഡിന് എത്രയധികം പുരോഗമനങ്ങൾ ചെയ്യാമോ അതെല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ പൂർണ്ണതയിലെത്തി നിൽക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മെമ്പർ ചന്ദ്രിക ടീച്ചർക്കൊപ്പമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ പടിവാതിലിൽ എത്തി നിൽക്കുന്നു. അവകാശവാദങ്ങൾ പലർക്കും ഉണ്ടാകാം. പക്ഷേ ജനങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിൽ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് ആ നാടിൽ എത്രത്തോളം കൃത്യമായിരുന്നുവെന്ന് ജനങ്ങൾ വിലയിരുത്തും. അതുകൊണ്ടാണ് ഇത്തരമൊരു പരിപാടി. ഈ വാർഡിൽ ചെയ്ത സമഗ്രമായ പുരോഗതിയെക്കുറിച്ച് നമുക്ക് ടീച്ചറോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ടീച്ചർ നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ടീച്ചറോടൊപ്പം ഈ സ്കൂളിൽ നിൽക്കാൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് വേളമാനൂർ സ്കൂളിലാണ്. അതെ. MLA കൊണ്ടുവന്ന ഒരു വലിയ കെട്ടിടത്തിന്റെ വരാന്തയിലാണ് നിൽക്കുന്നത്. അതെ. ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയണമെന്നുണ്ട്. ഈ കെട്ടിടത്തിൽ നിന്ന് നമുക്ക് മെല്ലെ ആരംഭിക്കാം. ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയപ്പോൾ ഈ കെട്ടിടം പൂർണ്ണമായിട്ട് പണി കഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ അത് ഉദ്ഘാടനം നടത്താൻ ഈ മതില് പൂർണ്ണമായിട്ടും കെട്ടിമുട്ടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അടുത്ത പുരയിടത്തിലെ ആള് വസ്തു കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അത് പോയി സംസാരിച്ച് കൃത്യമായിട്ട് അവരിൽ നിന്ന് അത് വാങ്ങുകയും ആ മതില് കംപ്ലീറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ എനിക്ക് പങ്കുചേരാൻ കഴിഞ്ഞു. ഇവിടെയുള്ള ഈ കെട്ടിടം ബഹുമാനായ ചാത്തന്നൂർ MLA ജയലാൽ ആണ് നിർമ്മിച്ചു നൽകിയത്. വലിയൊരു കെട്ടിടമാണ്. എല്ലാ സൗകര്യവും 1 കോടി രൂപയുടെ കെട്ടിടമാണ്. മാത്രമല്ല ഈ കഞ്ഞിപ്പുര നിർമ്മിച്ചത് പാചകപ്പുര. ഞാൻ വന്നപ്പോഴത്തേക്ക് കഞ്ഞിപ്പുര എന്ന് പറഞ്ഞു പാചകപ്പുര ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന സമയത്ത് വെറും ഈ ടാർപ്പ പോലെ ആസ്പെറ്റോസ് അത് ഒരു ജീർണിച്ച അവസ്ഥയില്, അതുപോലെ തന്നെ ഈ കെട്ടിടത്തിൽ നിന്ന് ഈ ഭാഗത്തുനിന്ന് വണ്ടി ഒന്നും ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയിൽ കിടന്നതായിരുന്നു. അപ്പൊ ഞാനത് പഞ്ചായത്തുമായിട്ട് ആദ്യമേ തന്നെ അറിയാമല്ലോ നമ്മുടെ പഞ്ചായത്തിന്റെ അവസ്ഥ. പല ഭരണകക്ഷികളും വന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. എന്നാലും ദുരിതാവസ്ഥയിലാണ്. പക്ഷെ അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ, എനിക്കൊരു കാര്യം വേണമെന്ന് പറഞ്ഞാൽ ആ കാര്യം പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇരിക്കാറുള്ളൂ. ഞാൻ പാചകപ്പുര ആവശ്യപ്പെടുകയും അപ്പൊ പാചകപ്പുര ഒരു കോൺട്രാക്ടറെ കൊണ്ട് എടുപ്പിക്കും. അത് ഇച്ഛാശക്തിയോടെ എടുക്കുന്ന കാര്യത്തിലാണ് ഏറ്റവും പ്രധാനം. കാരണം എന്തെന്ന് പറഞ്ഞാല് അവിടെ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ കമ്മിറ്റി തീരുമാനം എടുത്താൽ ഒന്നും നടപ്പിലാവില്ല. സാധാരണയായിട്ട് കമ്മിറ്റി തീരുമാനങ്ങൾ എടുക്കും, ഇറങ്ങിപ്പോവും. പക്ഷെ ഞാൻ ഈ എടുക്കുന്ന തീരുമാനങ്ങൾ അതിന്റെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് കോൺട്രാക്ടർ അത് ആരാണോ എടുക്കുന്നത് അവരുമായിട്ട് സംസാരിച്ച് വളരെ ഇച്ഛാശക്തിയോടുകൂടി ജാഗ്രതയോടുകൂടി കൊണ്ടുവരികയും ഈ പാചകപ്പുര കെട്ടുകയും അത് ഇന്ന് എല്ലാ കുട്ടികൾക്കും ആഹാരം പാചകം ചെയ്യാനും പാത്രങ്ങളൊക്കെ അതിൽ സൂക്ഷിക്കുവാനും അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഉള്ള സൗകര്യത്തോടുകൂടി ആധുനിക രീതിയിലുള്ള ഗ്യാസ് എല്ലാ സൗകര്യങ്ങളോടുകൂടി അത് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റെന്തൊക്കെ വികസനങ്ങളാണ് ഈ സ്കൂളിൽ നടന്നത്? ഈ സ്കൂളില് 20 ലക്ഷം രൂപ SSIയുടെയും പഞ്ചായത്തിന്റെയും കൂടി 20 ലക്ഷം രൂപ കൊണ്ടുവന്ന് പ്രീ പ്രൈമറി ഹൈടെക് ആക്കുകയും അത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA മറ്റ് ജനപ്രതിനിധികള് പിന്നെ MP എല്ലാവരും സഹിതം ഉദ്ഘാടനം നടത്താൻ സാധിച്ചു. അത് നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പ്രീ പ്രൈമറി കുട്ടികൾക്ക് വളരെ ഏറെ പ്രയോജനകരമായിട്ടാണ് ഇന്ന് നടന്നു പോകുന്നത്. പിന്നെ കൂടാതെ
ഇതിൻ്റെ താഴെ കെട്ടിടത്തിൻ്റെ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു ആസ്പെറ്റോസ് ഇട്ട് എല്ലാം അതും ഫാൻ ഫിറ്റ് ചെയ്ത് അത് ഇപ്പം ഇവിടെ ഗ്രൗണ്ട് മറ്റ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അവിടെ തന്നെ കുട്ടികൾക്ക് പരിപാടികൾ നടത്തുന്നതിനും യൂത്ത് ഫെസ്റ്റിവൽ ആയാലും ആനിവേഴ്സറി ആയാലും അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും മറ്റ് ക്ലാസ്സുകൾ മറ്റ് വിദഗ്ധർ വന്ന് ക്ലാസ് എടുക്കുന്നതായാലും പോലീസ് മുഖാന്തരമുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനായാലും എല്ലാം ഉപകാരപ്രദമാകത്തക്കവണ്ണം ഒരു കെട്ടിടം അവിടെ കെട്ടിടത്തിൻ്റെ ഭാഗം ആയിട്ട് ശരിയാക്കി എടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് വളരെയേറെ പ്രയോജനകരമാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഉള്ള ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇവിടെ നിന്ന കെട്ടിടം വളരെ ജീർണിച്ചതും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇരുന്ന് പഠിക്കാൻ കഴിയാത്തതുമായിരുന്നു. അത് പൊളിഞ്ഞു വീണ് കുട്ടികളുടെ തലയിലൊക്കെ വീണ് പ്രശ്നം ഉണ്ടാകത്തക്ക രീതിയിലായിരുന്നു. ആ കെട്ടിടം പൊളിച്ചു മാറ്റി ഇപ്പോഴവിടെ കുട്ടികൾക്ക് ഇറങ്ങി ഈ നടക്കത്തക്കോണം അതുപോലെ കുട്ടികൾക്ക് കളിക്കത്തക്കോണം ഉള്ള ഒരു രീതിയിലാക്കി എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയാനുള്ളത് 3 ബാത്റൂം ബ്ലോക്കിന്റെ 3 ബാത്റൂം ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. താഴെ 2 ബാത്റൂം കൊണ്ടുവരാൻ സാധിച്ചു. ഇന്ന് ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇനി ആകെ വേണ്ടത് 2 ക്ലാസ് റൂമിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അത് ഈ താഴത്തെ കെട്ടിടത്തിന് മുകളിൽ കെട്ടാനുള്ള സാഹചര്യമുണ്ട്. അതും കൂടെ ആയാൽ ഇന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ സ്കൂളിലുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളിൽ കൊറോണ സമയത്ത് 40 കുട്ടികളോളം മൊബൈൽ വാങ്ങിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾക്കുണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ ഈ നാട്ടിലെ എല്ലാവരെയും ചെന്ന് കണ്ട് ഇവിടുത്തെ പ്രഥമാധ്യാപികയും അധ്യാപകരുടെയും സഹായത്തോടുകൂടി അതെല്ലാം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സ്കൂളിനെ സംബന്ധിച്ച് ഏത് കാര്യത്തിലും ഇവിടുത്തെ പ്രഥമാധ്യാപികയും അതുപോലെ തന്നെ മറ്റ് അധ്യാപകരോടൊപ്പം അതുപോലെ തന്നെ PTA എല്ലാത്തിനും സഹകരിക്കാറുണ്ട്, എല്ലാത്തിനും എന്നെ വിളിക്കാറുണ്ട്. വളരെ സന്തോഷം. ഞാൻ പഠിച്ച സ്കൂളാണ്. വളരെയേറെ പ്രാധാന്യത്തോടു കൂടി ഈ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വേളമാനൂർ ദേവീ ക്ഷേത്രത്തിന്റെ മുമ്പിലാണ്. ഈ ക്ഷേത്രം റോഡ് ഇപ്പം പണിഞ്ഞതാണ്. ഇതുപോലെയും വലുതായിട്ട് 20 ലക്ഷം രൂപ ചെലവാക്കി വരെ 20 റോഡോളം എനിക്ക് ഈ ഭരണസമിതിയുടെ കാലത്ത് എൻ്റെ ഈ പഞ്ചായത്ത് മെമ്പർ ആയിട്ടിരുന്ന ഈ കാലയളവിൽ ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. ഈ കല്ലുവാതുക്കൽ പഞ്ചായത്തിലെ ഒരു മെമ്പർ പോലും ഇത്രയും റോഡ് ചെയ്തു കാണത്തില്ല. അപ്പോൾ എനിക്ക് അമാനുഷികമായിട്ടുള്ള കഴിവൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഭരണ സമിതി എടുക്കുന്ന തീരുമാനങ്ങൾ എനിക്ക് കിട്ടേണ്ട റോഡുകൾ വളരെ ജാഗ്രതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ കൃത്യമായിട്ട് അത് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ കോൺട്രാക്ടർമാരെയും കണ്ട് ഇവിടെ കൊണ്ടുവരാനും അത് സമയാസമയങ്ങളിൽ ചെയ്തു തീർക്കാനും കഴിഞ്ഞത് കൊണ്ടാണ് എനിക്ക് ഇത്രയും റോഡുകൾ ചെയ്യാൻ പറ്റിയത്. ഇത് ജനങ്ങളുടെ പൈസയും അതുപോലെ തന്നെ സർക്കാർ അനുവദിക്കുന്ന പൈസയാണെങ്കിലും ഇത് ഈ സമയങ്ങളിൽ ഇവിടെ കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞത് എൻ്റെ ഒരു മുൻ പ്രവർത്തനത്തിന്റെ വളരെ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നെനിക്ക് പറയാൻ കഴിയുന്നു. വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുളമുക്ക് റോഡാണ്. ഇത് ഒരു 20 വർഷമായിട്ട് 20-25 വർഷമായിട്ട് കല്ലുകൾ പൊങ്ങി ഒരുമാതിരിയായിട്ട് ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത റോഡായിരുന്നു. ഞാൻ കയറിയ ഉടനെ തന്നെ ഇത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവുകയും അതിന് പിന്നെ കൃത്യമായിട്ട് നല്ലൊരു തുക ചെലവാക്കി വളരെ 5 വർഷമായി ഈ റോഡ് ചെയ്തിട്ട്, എന്നിട്ട് ഈ റോഡിന് യാതൊരു ചലനവും ഇല്ല. നല്ല ഗുണമേന്മയായിട്ട് തന്നെ നല്ല രീതിയിൽ അത് ചെയ്യാൻ എനിക്ക് എല്ലാവരുടെ സഹകരണം ഉണ്ടായി. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ആയാലും കോൺട്രാക്ടറുടെ ആയാലും നല്ല രീതിയിലുള്ള ശ്രമം ഉണ്ടായി. നന്നായിട്ട് ചെയ്ത് ഈ റോഡ് മുളമുക്ക് റോഡ് ഒരുപാട് നല്ല തുക ചിലവാക്കിയാണ് ഈ റോഡ് ഇട്ടത്. ഇത് കോറിമലയിലേക്ക് പോണ റോഡാണ്. പക്ഷേ ഇവിടെ പ്രശ്നങ്ങളുണ്ടായി. ഇവിടുത്തെ നാട്ടുകാരും ഞാനും കൂടി നിന്ന് കൃത്യമായിട്ട് നല്ല രീതിയിൽ
ഈ റോഡ് വീതിയായിട്ട് ഒരു കാരണവശാലും ഇവിടെ ഉള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പിന്നെ സ്കൂട്ടറായാലും കാറായാലും എല്ലാം പോകത്തക്കോണം പാറ ലോറി വന്നാൽ പോലും ഇവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇവിടെ എന്നോടൊപ്പം തന്നെ നാട്ടുകാരും എല്ലാവരും നിന്ന് ഞങ്ങൾ ചെയ്യിച്ച റോഡാണ് ഈ റോഡ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂണറവാതുക്കൽ റോഡാണ്. ഈ റോഡ് സഞ്ചാരയോഗ്യമല്ലാതെ വർഷങ്ങളായിട്ട് കിടക്കുകയായിരുന്നു. അത് ആദ്യം ഒരു പ്രാവശ്യം നല്ല രീതിയിൽ താറിട്ട് കൊണ്ടുവന്നു. പക്ഷേ ജലജീവൻ മിഷന് JCB കയറ്റി കുഴിയെടുത്തപ്പോൾ വീണ്ടും ആ റോഡ് ചീത്തയായി. അതുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ചെയ്യേണ്ടി വന്നു. ഇതങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ ഈ റോഡിനെ മറ്റ് PWD റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡാണ്. അതുകൊണ്ട് ജനങ്ങളുടെ അത്യാവശ്യ ഒരു കാര്യമായതുകൊണ്ട് അവരുടെ അഭിപ്രായത്തെ മാനിച്ച് രണ്ടാം തവണയും ഈ റോഡ് ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് വേളമാനൂർ നെട്ടയം റോഡാണ്. ഇത് നമ്മളെ ബഹുമാനപ്പെട്ട ചാത്തന്നൂർ MLA കൊണ്ടുവന്ന പ്രോജക്റ്റാണ്. ഇപ്പം കല്ലുവാതുക്കൽ പഞ്ചായത്തിൻ്റെ ഇതെല്ലാം കൊണ്ടുവന്ന് ടെൻഡറും എല്ലാം ആയെങ്കിലും കല്ലുവാതുക്കൽ പഞ്ചായത്തിൻ്റെ അനുവാദം വേണമായിരുന്നു. അപ്പം 22 മെമ്പർമാരും എതിർത്തു. ഈ റോഡ് MP-യുടെ വലിയ ഫണ്ട് വരും എന്നൊക്കെ പറഞ്ഞു. അപ്പം MLA-യുടെ നിർദ്ദേശപ്രകാരം അതിന് പ്രവർത്തിക്കുകയും ഈ റോഡ് വളരെ ബുദ്ധിമുട്ടി. അപ്പോൾ ആളുകൾ തടസ്സവും അങ്ങനെയൊക്കെ വന്ന് അതെല്ലാം മാറ്റി നന്നായിട്ട് ചെയ്യാൻ അതിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. കല്ലുവാതുക്കൽ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ ഇതുവരെ ഞാനിരുന്ന കാലയളവിൽ കിട്ടിയിട്ടുള്ള 20ഓളം വീടുകൾ, ഒരു വീട് പോലും പണി ചെയ്യാത്തതോ അല്ലെങ്കിൽ ഫണ്ട് ലാപ്സാക്കി കളയുന്ന രീതിയല്ലാതെ എല്ലാവരെ കൊണ്ട് വീട് ചെയ്യിച്ച് ഇവിടെ 4 വീടുണ്ട്. അതുപോലെ പല ആരുക്കോണത്ത് 5 ഉണ്ട് അല്ലേ? ഇവിടെ 5 വീട്. അതുപോലെ പല സ്ഥലത്ത് ആരുക്കോണത്ത്, അതുപോലെ തന്നെ കോളനി അംബേദ്കർ കോളനി, അങ്ങനെ പല സ്ഥലത്തുമായിട്ട് ഒരു വീട് പോലും ചെയ്യാതിരുന്നിട്ടില്ല. എല്ലാ വീടും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ അവർക്ക് കുടിവെള്ളം എത്തിക്കുന്ന രീതിയിലായാലും പൈപ്പ് ലൈൻ കൊടുക്കുന്ന കാര്യത്തിലായാലും കറണ്ടിൻ്റെ കാര്യത്തിലായാലും എല്ലാം വളരെ ദ്രുതഗതിയിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഉണ്ടോ? അല്ലാതെ അവർ തന്നെ ഇവിടെ ഉണ്ട്. അവർക്കെല്ലാം വളരെ സന്തോഷമാണ്. വളരെ നിങ്ങൾക്കെല്ലാം നല്ല ഇവിടെ വന്നിട്ട് നല്ല സന്തോഷം തന്നെയല്ലോ തന്നെ. അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അതിലെനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. വേളമാനൂർ എന്ന വാർഡിൽ ചന്ദ്രിക ടീച്ചറൊപ്പം ഒന്നുറപ്പാൻ വേളമാനൂർ വാർഡിൽ ചന്ദ്രിക ടീച്ചർക്കൊപ്പം എല്ലായിടത്തും സഞ്ചരിച്ചു. നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. വലിയ വികസനങ്ങളാണ്. വീടുകളായാലും റോഡുകളായാലും മെയിൻ്റനൻസ് ആയാലും ഇങ്ങനെ ആവണം ഒരു ജനപ്രതിനിധി. വിശേഷങ്ങൾ പറഞ്ഞ് തീരുന്നില്ല. ടീച്ചർ മറ്റ് പല കാര്യങ്ങളുമുണ്ട്, അതിനെ കൂടി ഒന്ന് പറയാമോ? ഇവിടെ റോഡുകൾ തന്നെ 20 റോഡുകളായി. 20 റോഡുകളിൽ 2 റോഡുകൾ നമ്മളെ ബഹുമാനപ്പെട്ട ചാത്തന്നൂർ MLA-യുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നവയാണ്. അത് രണ്ടും വലിയ PWD റോഡുകളാണ്. ഒന്ന് നെട്ടയം, നമ്മളെടുത്ത് അത് നെട്ടയം വേളമാനൂർ റോഡ്. രണ്ടാമത്തത് കുളമടയിൽ നിന്ന് പകൽക്കുറി വരെ പോണ ആ റോഡ്. ആ 2 MLA-യുടെ ശ്രമഫലമായി കൊണ്ടുവന്ന റോഡുകളാണ്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, അതിൽ എൻ്റെ പ്രവർത്തനം ഞാനും അതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ എനിക്കുള്ള റോഡുകൾ എന്ന് പറയുന്നത് നമ്മൾ അമ്പലം റോഡും ഒളമുക്ക് റോഡും അതുപോലെ ഇരപ്പിൽ റോഡും എടുത്തു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റോഡുകളിൽ ഒന്ന് കല്ലറക്കോണം റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100-300 വർഷമായിട്ട് കോളനി നിവാസികളാണ്. അവർക്ക് ഞാൻ ഇത് ഇലക്ഷന് നിന്നപ്പോൾ വോട്ടിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് കയറാൻ വയ്യ. ഞാൻ അന്ന് അവരോട് പറഞ്ഞു, ഞാൻ പഞ്ചായത്ത് മെമ്പർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഈ റോഡ് വെട്ടിത്തരുമെന്ന്. പക്ഷെ ആ റോഡിന്ന് വളരെ കേമമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊക്കം പുറത്തിരുന്ന ഒരു റോഡാണ്. അന്ന് ഒരു നല്ല രാജൻ എന്ന് പറയുന്ന ഒരു കക്ഷി 5 സെന്റോളം വസ്തു തരികയും അത് സ്വരൂപിച്ചിട്ട് കയ്യിൽ നിന്ന് തന്നെ 10-9,000 രൂപ അതുപോലെ തന്നെ അവിടെ നിന്നുള്ള സഹായിച്ച് റോഡിന്റെ ഒരു രൂപമാക്കി ഇടുകയും അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് ആ റോഡ് ഏറ്റെടുക്കുകയും നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ആ കല്ലറക്കോണത്തിന്റെ റോഡിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ
കഴിഞ്ഞാൽ 100-300 ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇത്രയും വികസന പ്രവർത്തനങ്ങളെല്ലാം വന്നിട്ടും ആ കോളനിയിൽ 10-14 വീട്ടുകാരുണ്ടായിട്ട് ഒരു മനുഷ്യർക്ക് പോലും അവർ കയറി പോകാൻ പറ്റത്തില്ല. അവർക്ക് ഒരാൾ മരിച്ചാൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ കിടന്നു. എന്തായാലും അവർക്ക് ഇന്നൊരു റോഡെന്നുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ അവിടെ 2-3 മെയിൻ്റനൻസ്, പിന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴി, ആട്, അതുപോലെ തന്നെ ആശ്രയ കിറ്റ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള റോഡെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വേളമാനൂർ അംഗൻവാടിയോട് ചേർന്ന് കല്ലറക്കോണം പോണ റോഡ്, അത് നന്നായിട്ട് താറിട്ട് ഇന്നും നന്നായിട്ട് ഇനി അതിന് ശേഷിച്ച ഭാഗങ്ങൾ അല്പം മാത്രം നമ്മളെ വാർഡ് നിൽക്കുന്ന ഭാഗമല്ല എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്ത റോഡെന്ന് പറയുന്നത് ചേമ്പാല വാതുക്കൽ റോഡ്. അവർക്ക് വർഷങ്ങൾ കൊണ്ട് അവർക്ക് നടന്നു പോകാൻ പോലും ഒരു ഇടുങ്ങിയ വഴിയായിരുന്നു. അത് നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. ഗുരുമന്ദിരത്തിന് സമീപമായിട്ട് 2 റോഡ്, രാജന് എന്ന് പറയുന്നൊക്കെ പുള്ളിയുടെ വീട്ടുവാതുക്കലുമായിട്ടും അതുപോലെ തന്നെ കിഴക്കവിള വീട്ടിന്റെ ഭാഗത്തും ഒരു റോഡ് ഇടാൻ 2 റോഡ് അവിടെ അങ്ങനെ ഒരു റോഡ് ഇടാൻ കഴിഞ്ഞു. പിന്നെ അതുകൂടാതെ മാടങ്കാവ് റോഡിന്റെ മാടങ്കാവ് വരെ കുന്നുംപുറത്ത് റോഡ് പണി തുടങ്ങി പൂർത്തിയാകാനിരിക്കുകയാണ്. അത് ഇപ്പം പഞ്ചായത്ത് ഈ വെയിൽ വന്നാൽ ഉടനെ തന്നെ അത് കോൺക്രീറ്റ് നടക്കും ആ റോഡ്. അത് കഴിഞ്ഞ് പുണർവാക്ക റോഡിന്റെ കാര്യങ്ങൾ പറഞ്ഞു, 2 പ്രാവശ്യമോടെ താറിട്ട് അത് ഇട്ടു. പിന്നെ തുണ്ടിൽ വാതുക്കൽ റോഡ് എത്രയെങ്കിലും വർഷം കൊണ്ട് ഞങ്ങളൊക്കെ കുഞ്ഞിലെ പോലും നടക്കാനായിട്ട് കല്ലും ഒക്കെ ആയിട്ട് കിടന്ന് ജനങ്ങൾക്ക് വളരെ PW റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡാണ്. ആ റോഡ് ചെയ്യാൻ കഴിഞ്ഞു. ചാമവിള റോഡ്, കോലിക്കൽ റോഡ്, അണ്ടൂർക്കോണം കശുവണ്ടി ഫാക്ടറി റോഡ്, തുളിക്കോട് റോഡ്, പുലിക്കുഴി റോഡ് 20 ലക്ഷം രൂപയ്ക്ക് പിന്നെ പുത്തമിള ജംഗ്ഷൻ വരെ ചെയ്ത റോഡ്. ഇങ്ങനെ 20 റോഡോളം പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. വേളമാനൂർ അംഗൻവാടി, ഒരു അംഗൻവാടി കെട്ടിടം ഉണ്ടായിരുന്നു. അത് ജീർണിച്ച് പാമ്പും ഒക്കെ കഴഞ്ഞു കയറി കുട്ടികൾക്ക് പഠിക്കാൻ വയ്യാത്ത രൂപമായിരുന്നു. അത് എസ്റ്റിമേറ്റ് എടുപ്പിച്ച് പൊളിപ്പിക്കാനുള്ള നടപടി എടുത്തു. ആ അംഗൻവാടി വേറൊരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. പഞ്ചായത്തിന്റെ ചെലവിൽ തന്നെ ആ അംഗൻവാടി നന്നായിട്ട് നടന്നു പോണു. അത് ഉടനെ തന്നെ പൊളിച്ചു മാറ്റിയിട്ട് പുതിയ അംഗൻവാടി നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അടുത്ത 2ാമത്തെ അംഗൻവാടി വാടക കെട്ടിടത്തിലായിരുന്നു. അത് മാറിക്കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴും അതും ഒരു പുതിയ വാടക കെട്ടിടം എടുത്ത് മാറ്റി അതിനൊരു പുതിയ 3 സെന്റ് കണ്ട് പ്രമാണം എഴുതുന്നതിനുള്ള രീതി ഒരു 5-6 ദിവസത്തിനകം ചെറിയ നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വസ്തു എല്ലാം നോക്കി വില്ലേജ് ഓഫീസറുടെ ജോലിയെല്ലാം കഴിഞ്ഞ് കളക്ടറേറ്റിൽ നിന്ന് വന്ന ജോലികളും എല്ലാം കഴിഞ്ഞ് പഞ്ചായത്തിന്റെ ജോലികൾ ഇനി കൺസെന്റ് മാത്രം കിട്ടിയാൽ മതി. അതിന്റെ പുതിയ അംഗൻവാടിക്ക് തറ വാങ്ങിച്ചിടാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. വീടുകളുടെ കാര്യം 10-20 വീടുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മെയിൻ്റനൻസ് ഈ 4 വർഷം കിട്ടിയ പട്ടികജാതി കെട്ടിടങ്ങൾക്ക് 4 വീട് വീതവും, ജനറൽ 3 വീട്, ഇപ്പം ജനറൽ 4 വീടും പട്ടികജാതിക്ക് 3 വീടും മെയിൻ്റനൻസിന്. അതെല്ലാം പൂർണ്ണമായിട്ട് ചെയ്യാനും അത് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുത്ത് യാതൊരു പരാതിയും വാർഡിൽ ഉണ്ടാവാത്ത രീതിയിൽ, അതിലൊക്കെ എനിക്ക് അഭിമാനമുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളെ വാർഡിനെ സംബന്ധിച്ച് അർഹതപ്പെട്ട എന്നെ എന്തെങ്കിലും രീതിയിൽ വഴക്കങ്ങളും പറഞ്ഞിട്ടുള്ള 3-4 പേര് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അല്ലാതെ ഇന്ന് ഈ വാർഡിൽ ആരും മോശമായിട്ട് പറയുകയോ എന്നെ പോണ സ്ഥലത്ത് പിടിച്ചു നിർത്തുകയോ ഞാൻ ചെല്ലുമ്പോൾ മുഖം തിരിക്കുകയോ ഒന്നും ചെയ്തില്ല. 3-4 പേരൊക്കെ അവിടെയൊക്കെ ചെറുപുറ. പക്ഷെ അത് ഞാൻ മനസ്സിൽ കാണുകയും അവരുടെ ഡിമാൻഡുകൾ ഞാൻ എൻ്റെ മനസ്സിൽ വെക്കുകയും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സമയം അവർക്ക് കറക്റ്റായിട്ട് ആ കാര്യം ചെയ്ത് പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അത് എന്നെ സംബന്ധിച്ച് വളരെ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് അഭിമാനകരമാണ്. പിന്നെ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിലൊന്നുമല്ല, ഞാൻ കുട്ടിയിലെ തൊട്ടേ എൻ്റെ നാട്ടിലും നാട്ടുകാർക്കും ഞാൻ സർവീസിലിരുന്ന സമയത്തും ആ ചെല്ലുന്ന പ്രദേശങ്ങളിലുള്ള പ്രശ്നങ്ങളിലെല്ലാം ഏർപ്പെടുകയും കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഈ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം വളരെ ഇതായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ വലുതൊന്നും പറയേണ്ട കാര്യമല്ല. പിന്നെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുന്നു. ഞാനൊരു ഫ്ലക്സോ ബോർഡോ ഒന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ നിങ്ങൾ വന്നപ്പോഴേ ഞാനിതിന് സഹകരിച്ച് പോകുന്നു എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൂടാതെ ഇനി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാർഡില് പോസ്റ്റുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ പല ഭാഗത്തും കിടന്നിരുന്നു. കല്ലുവാതുക്ക പഞ്ചായത്തിൽ ഓരോ മെമ്പർ 1-2 പോസ്റ്റൊക്കെ മാറ്റി കാണത്തേ ഉള്ളൂ. ഞാനിവിടെ 9 പോസ്റ്റ് മാറ്റി അത് യഥാർത്ഥ സ്ഥാനങ്ങളിടുകയും പിന്നെ പുത്തമ്പള ജംഗ്ഷനിൽ ഒരു പിന്നെ മുരളീധര
മുരളീധരൻ പിള്ള എന്ന് പറയാം, അവരെ വീട്ടിലെ അമ്മമാരെയൊക്കെ എടുത്തോണ്ടൊക്കെ പോണ സ്ഥിതിയായി. അവർക്ക് വഴിയുണ്ടാക്കാൻ വേണ്ടി ആ പോസ്റ്റ് മാറ്റിയിട്ട് കൊടുക്കുകയും അതിലൊക്കെ അവർക്കൊക്കെ എന്നോട് വലിയ സ്നേഹമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. പോസ്റ്റ് എല്ലാവർക്കും മാറ്റിയിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ഈ വാർഡില് ഈ അർഹതപ്പെട്ട ഒരാൾക്ക് പോലും പെൻഷൻ കിട്ടാതെ ഇല്ല. എല്ലാ ആൾക്കാർക്കും ഇവിടെ പെൻഷൻ ആപ്ലിക്കേഷൻ തന്ന് കഴിഞ്ഞാൽ 1 മാസത്തിനകം അവർക്ക് പെൻഷൻ കിട്ടുന്ന നടപടികളാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് എല്ലാവർക്കും. അതുപോലെ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കാണണമെന്നോ വീട്ടിൽ വന്നിരിക്കണമെന്നോ ഒന്നുമില്ല. ഏത് രാത്രിയായാലും പകലായാലും ഒരു ഫോൺ വന്നാൽ അപ്പോഴും തന്നെ ആ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ചിലപ്പോൾ അതിനകത്ത് ചില പ്രകാരഭേദത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും അത് ഉടനെ തന്നെ അത് മാറ്റി. പിന്നെ ഞാൻ ആരുടെയും അങ്ങ് വളരെ സെൻസർ ചെയ്ത് സംസാരിക്കുകയോ ഒന്നുമില്ല. ഞാൻ സാധാരണ ഭാഷയിലാണ് എല്ലാവരോടും സംസാരിക്കാറുള്ളത്. ഇണങ്ങും അങ്ങനെയാണ്. എന്നെ എല്ലാവരും അങ്ങനെയാണ് കാണുന്നത്. എന്നെ ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ചന്ദ്രിക ടീച്ചർ എന്നുള്ളതല്ല, അവർക്കുള്ള ഇടയിലുള്ള ഒരാളായിട്ടാണ് അവരെന്നെ കാണുന്നത്. അതെനിക്ക് വളരെ. പിന്നെ ഈ വാർഡിനെ സംബന്ധിച്ച് തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം, തൊഴിലുറപ്പായിട്ട് ഏറ്റവും മുമ്പേ 100 തൊഴിൽ ദിനങ്ങൾ ഈ വാർഡിലെ അംഗങ്ങൾക്ക് ആക്കി കൊടുക്കുന്നത് ഞാനായിരിക്കും. അവരോടൊപ്പം തന്നെ ഞാൻ അവർക്കുള്ള പ്രവർത്തനങ്ങളിൽ ചെന്ന് തടസ്സപ്പെടുത്തുകയോ വേറെ ഒന്നും ചെയ്യാറില്ല. പക്ഷേ അവർക്കുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഞാൻ അതിനെല്ലാം എങ്കിൽ നോക്കുകയും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അവരെല്ലാം സ്നേഹത്തോടു കൂടി തന്നെ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഓഡിറ്റിനൊന്നും സോഷ്യൽ ഓഡിറ്റിനൊന്നും വെളമാനൂർ വാർഡിന് യാതൊരു ന്യൂനതകളും ഈ 5 വർഷവും സംഭവിച്ചിട്ടില്ല. അതെല്ലാം ഈ നാട്ടിലെ തൊഴിലുറപ്പ് പങ്കെടുക്കുന്ന എൻ്റെ സഹോദരങ്ങളും ഞാനും എല്ലാം കൂട്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് ഇത്ര മെച്ചമായ രീതിയിൽ വരാൻ കഴിഞ്ഞത് എൻ്റെ ഒരു കഴിവുകൊണ്ടൊന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും എന്നെ വളരെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ഞാനവരെ വളരെ കാര്യമായിട്ട് കരുതുന്നത് കൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ പല പഞ്ചായത്ത് മെമ്പർമാർക്കും ആണെങ്കിൽ വാർഡിൽ വഴക്കുകളും പ്രശ്നങ്ങളും കേസുകളും ഒക്കെ ഉണ്ട്. ഇവിടെ സംബന്ധിച്ച് ഇങ്ങനെ വലിയ കേസുകളോ വഴക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിക്കവാറും ഞാൻ തന്നെ പരിഹരിക്കും. അല്ലെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ പോയാലും ഞാനും കൂടെ ചെന്ന് നമ്മൾ അവിടെ നിന്ന് പരിഹരിച്ചു പോകുന്നതാണ് പതിവ്. പിന്നെ ഈ വാർഡിൽ മാത്രമല്ല, പരിസര പ്രദേശം വട്ടക്കുഴിക്കില്, ചാന്നാമ്പിക, പിന്നെ വിലവർക്കോണം, ഇളംകുളം, ഇങ്ങനെയുള്ള. അപ്പം ഈ മെമ്പർമാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഞങ്ങളെ വാർഡിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെ ജനങ്ങൾ എന്നെ സമീപിക്കുമ്പോൾ കുഞ്ഞിലെ തൊട്ട് ഏത് സ്ഥലത്ത് ഞാൻ നിന്നാലും എവിടെ നിന്നാലും എന്നെ ഒരു കാര്യത്തിന് സമീപിച്ചാൽ ഒരിക്കലും ഞാൻ മാറി നിൽക്കാറില്ല. അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അത് ചെയ്തത്. അതുപോലെ ഇവിടെ 2-3 പേരാണെങ്കിൽ പിന്നെ സ്ഥിരത മാനസിക പ്രശ്നങ്ങളുള്ളവരും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ നോക്കാനൊന്നുമല്ല, അവരെ എല്ലാം കലയപുരം പോലെ കലയപുരത്തും അതുപോലെ തന്നെ സമുദ്രയിലും ഒക്കെ കൊണ്ടെത്തിക്കാനും, അതുപോലെ മെൻ്റലി ബുദ്ധിമുട്ടുള്ളവരെ ഞാൻ തന്നെ ഒരാൾ പോലും കയറാതിരുന്നാലും ബുദ്ധിമുട്ടാണ്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയാലും ആംബുലൻസ് മാത്രം ഡ്രൈവറുമായിട്ട് തന്നെ പല പ്രാവശ്യങ്ങളിൽ കൊണ്ടുവന്ന് എനിക്ക് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടുത്തെ അങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈശ്വരാധീനമാണെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ ജനങ്ങളുടെയും പിന്തുണയും സപ്പോർട്ടും എനിക്കുണ്ട്. മേലിലും അത് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് ഇനി എനിക്ക് പറയാനുള്ളത്, കല്ലുവാതുക്കൽ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ. പിന്നെ ജില്ലയിൽ നിന്ന് തന്നെ ഒരു പശുവിനെ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ ഞാനത് ഏറ്റവും മുമ്പേ നമ്മളെ വാർഡിൽ കൊണ്ടുവരാനും അത് അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അല്ലാതെ ഒരിക്കൽ പോലും മറ്റ് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ മറ്റൊന്നും ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. അതെന്നെ കൊണ്ട് കഴിയുന്ന കാര്യവുമല്ല. പിന്നീട് ചെയ്തിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യവും ഞാൻ ആദ്യമേ തന്നെ, ഇപ്പോഴാണ് അതിന് ഒത്തിരി ഒരു ഇതുണ്ടായി. ഇപ്പം ഇത്തിരി സ്ട്രിക്റ്റാണ്. മറ്റ് കൃഷി ഓഫീസറൊക്കെ ഇരുന്നപ്പോഴാണെങ്കിൽ മൊത്തമായിട്ട് നമ്മളെ ഇനി തരുമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആളുകൾക്ക് കൊടുത്തിട്ട് അവരിൽ നിന്ന് ഡോക്യുമെൻറ്റ്സും പൈസയൊക്കെ കൊണ്ടുവന്ന് ശേഖരിച്ചാൽ കൊടുത്താൽ മതി. അങ്ങനെയായപ്പോൾ മൊത്തമായിട്ട് കൊണ്ടുവന്ന് ഈ വാർഡിലെ എല്ലാ ആൾക്കാർക്കും കൊടുക്കാനായിട്ട് ഞാൻ വളരെ ഇച്ഛാശക്തി കാണിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ വിജയിച്ചിട്ടുണ്ട്. പിന്നെ കൃഷിഭവനിൽ നിന്ന് കൊണ്ടുവന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വേറെയുള്ള കാര്യങ്ങൾ മുകളിലോട്ട് ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വാർഡിനെ സംബന്ധിച്ച് ഞാൻ ഒരുപാടൊന്നും ഇനി പറയുന്നില്ല. ഞാൻ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം എന്നാൽ കഴിയുന്ന വിധം എൻ്റെ കഴിവിൻ്റെ പരമാവധി മാക്സിമം എൻ്റെ ശരീരമോ മറ്റോ ഒന്നും നോക്കാതെ ഞാൻ വളരെ
വേറെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നോട് ഈ നാട്ടിലെ എല്ലാവരും നല്ല സ്നേഹത്തിലാണ്. അത് എനിക്ക് മേലിലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ പിന്നെ പറയാനുള്ളത്, ഇരപ്പിൽ തൊട്ട് വട്ടക്കുഴിക്കൽ വരെയുള്ള തോട് 3 പ്രാവശ്യം വൃത്തിയാക്കാൻ, തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് വൃത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞു. തോട്ടിൻ്റെ വീതിയെല്ലാം നല്ലവണ്ണം വെട്ടി അത് കഴിഞ്ഞു. ഇങ്ങനെ എല്ലാം ഞാൻ ആ പഞ്ചായത്തിൽ വരുന്ന നമുക്ക് വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ അത് ഒരെണ്ണം പോലും പോവാതെ എനിക്ക് എൻ്റെ വാർഡിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളാണ് അംഗീകരിക്കേണ്ടത്. അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുന്നതിനും എനിക്ക് സർവ്വജ്ഞന തയ്യാറാണ്. ഇപ്പോഴെല്ലാം ഞാൻ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ കൂടി എനിക്കത് ചെയ്യാൻ വളരെ സന്നദ്ധതയുള്ളതാണ്. ഇത്രയും മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ.